കലാകാരന്മാർക്കും കലാകാരികൾക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അതിനുള്ള ആസ്വാദന ശക്തി. മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിയ പിന്നെ പൊള്ളയ്ക്കൂല. അതെല്ലാം പാച്ചപ്പ് ചെയ്തു ഏതായാലും വേഗം ചെക്കൻ ചുറ്റും നടക്കണത്തില്ല. അങ്ങനെ എന്നാ ഒരു ചക്ക ഇരിക്കണ ഇടുക്കില്. ആരോ ചോദിച്ചില്ലേ എല്ലാ പണിയും തന്നെയാണോ? നാളെ ഒരാൾ പറഞ്ഞ അമ്മയുടെ സെലക്ഷൻ അല്ല എന്റെ സെലക്ഷൻ. ഇത്രയും ദിവസം ചൂടേന്നായിരുന്നു. അതെ, ചൂട് കഴിഞ്ഞ് അടുപ്പിച്ച് 2-3 ദിവസം മഴ പെയ്തപ്പോഴേ നോക്കിക്കേ, മഴക്കാലം പോലെ അല്ലേ? മഴക്കാലം പോലെ. ഇന്നാൾ ആരും കൂടെ വന്ന് പറഞ്ഞു മഴക്കാലം പോലെ ആയല്ലോ. രാത്രി തവളകളുടെ കരച്ചിൽ, ചീവീടുകളുടെ കരച്ചിൽ, അതിനിടയിലൂടെ മഴ അരിച്ചെത്തുന്ന ഫീലിംഗ്, അതൊരു പ്രത്യേക ഫീലിംഗാ. അത് കലാകാരന്മാർക്കും കലാകാരികൾക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അതിനുള്ള ആസ്വാദന ശക്തി. 3-4 മാസമായിട്ട് ആ ഒരു ഫീലിംഗ് മിസ് ചെയ്തിരിക്കുകയായിരുന്നു. ചൂട് വേർത്ത് ചൂടുകുരുക്കളൊക്കെ. എന്നാലും പക്ഷേ ഈ 1 വീക്ക് കഴിഞ്ഞ വേനൽമഴ കഴിഞ്ഞ എനിക്ക് മനസ്സിലിരിക്കുന്നത് ചിലപ്പോ വീണ്ടും ഒരു വേനൽ വരുമെന്ന് തോന്നുന്നത്. അറിയില്ല, അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇത്തവണ വേനൽമഴ വൈകിപ്പോയില്ലേ? സാധാരണ ഏപ്രിൽ മിഡിലൊക്കെ ആകുമ്പോൾ പെയ്യാറില്ലേ? ഇത്തവണ പെയ്തില്ല. അതാ. അപ്പൊ നമുക്ക് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കൂല. ഇന്ന് ഇച്ചിരി നീണ്ട പ്രോസസ്സിങ്ങാ വർക്ക്. അതായത് നീ ഇവിടെ വർക്കിംഗ് ഡേയില് ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം. അല്ലെങ്കിൽ കുഞ്ഞോളെയും കൂടെ നിർത്തിയാൽ നമുക്ക് പകുതി ഭാരം കുറഞ്ഞേനെ. സാറ്റർഡേ സൺഡേ നടക്കൂല. അത് കാരണം നമുക്ക് താഴെ കിടക്കണ പ്ലാവയില് വറക്കാൻ പറ്റിയ, ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിയ പിന്നെ പൊള്ളയ്ക്കൂല. അതെല്ലാവർക്കും അറിയാം. അപ്പൊ വറക്കാൻ പറ്റിയ ഒരു ചക്ക ഇട്ടേച്ച് പകുതി നമുക്കത് വെട്ടി വറക്കാം. പകുതി പഴുക്കും അല്ലെങ്കിൽ വേവിക്കുമല്ലോ ചെയ്യാം നാളെ കേട്ടോ. എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കാണിക്കാം. അപ്പൊ നമുക്ക് താഴെ നിൽക്കണ ചക്ക ആദ്യം ഇട്ട് ഇവിടെ ചറം പോകാനായിട്ട് വെക്കാം. അപ്പൊ ഞങ്ങൾ 2 പേരും കൂടെയാണ് ഇടുന്നത്. അപ്പക്കാ ഒരു പരിപാടിയുണ്ട് രാവിലെ. അതിന് പോയി പോയേക്കോ വല്യപ്പ അപ്പയും കൂടെ പോയേക്കണേ. അപ്പൊ നമുക്ക് ഇട്ട് വെക്കാം ആദ്യം കേട്ടോ. ഇന്ന് പിന്നെ കാലാവസ്ഥ ഇച്ചിരി അനുകൂലം. ഞാൻ സാധാരണ ചക്ക വറക്കുമ്പോ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ തന്നെ അവരെ ആരെങ്കിലും നിർത്തി വെച്ച് ഇവിടെ ചക്ക ഇട്ട് വെച്ച് അവർ വന്നു കഴിയുമ്പോഴേ ഇടുവോളും. എന്നിട്ട് അവര് ക്ലീൻ ചെയ്ത് റെഡിയാക്കി തരും. അരിയൽ ഞാനായിരിക്കും. ഇതിപ്പോൾ അത് സാറ്റർഡേ സൺഡേ അങ്ങനെയുള്ള പരിപാടി നടക്കൂല. നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആയതുകൊണ്ട് പുള്ളിക്കാരത്തിയോട് വരാൻ പറഞ്ഞാൽ വരും. പക്ഷെ പിന്നെ നമ്മൾ ഫുൾ എൻഗേജ്ഡ്, അത് ശരിയാവില്ല. അത് കാരണമാണ് ഞാൻ തന്നെ കുറച്ചെടുത്ത് വറക്കാമെന്ന് ഓർത്ത്. അടുത്ത ആഴ്ച ഞാൻ പറ്റുമെങ്കിൽ കുഞ്ഞോളം നിർത്തി ഒരു ചക്ക വറക്കണമെന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് പകുതി എന്തായാലും വറക്കണം, ലൈവ് പിടിക്കാം കേട്ടോ. ചക്ക വറക്കണം പണ്ട് ഏതാണ്ട് ഒരെണ്ണം ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ലൈവ് പിടിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം വറുത്തില്ല, കാരണം മതിലുകെട്ട് നിർമ്മാണം. അത് കാരണം നടന്നില്ല. കുക്കിംഗ് തന്നെ വളരെ വിഷമിച്ചായിരുന്നു. വർക്ക് ഏരിയ പൊളിച്ചപ്പോൾ മതിലുകെട്ട് കഴിഞ്ഞപ്പോൾ വർക്ക് ഏരിയയിലേക്ക് കയറി. വർക്ക് ഏരിയ പൊളിച്ചിട്ട് 1.5 മാസം അങ്ങനെ കിടന്നു. മുട്ടഴിക്കണം, പിന്നെ തേക്കണം, പിന്നെ തട്ടടിക്കണം. എന്റെ ദൈവമേ അല്ലേ, പൈപ്പ് പോലും കഴുകാനില്ലായിരുന്നു. പൈപ്പുണ്ട്, അടുക്കളയിൽ അധികം കഴുകൽ ശരിയാവൂല, വെള്ളം തെറിക്കണോണ്ട് ഗ്യാസിന്റെ അടുത്ത്. പിന്നെ വർക്കേരിയുടെ പുറത്തുള്ള തൊട്ടിലേക്ക് ഇറങ്ങാൻ നിർത്തില്ല. മുൻവശത്ത് കൊണ്ടായിരുന്നു കഴുക്ക്. അതെല്ലാം പാച്ചപ്പ് ചെയ്തു ഏതായാലും. ഇത്തവണ ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ചക്ക ഇടാം. പുറകിലേക്ക് അധികം നിൽക്കണ്ട, കാരണം അവിടെ എല്ലാം ചിളക്കി അത് നോക്കിപ്പോണം. ഇതിന്റെ നാരകത്തിന്റെ വേര് ഇങ്ങനെ. നിങ്ങൾക്കൊക്കെ വേനൽമഴ കിട്ടിയോ? വേനൽമഴ കിട്ടിയെങ്കിൽ ചെറിയൊരു തണുപ്പ് കിട്ടി കാണൂല്ലേ? ഞങ്ങളുടെ പ്രെയർ മീറ്റിന്റെ ഇത് കണ്ടപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കമന്റുകളൊക്കെ ഇട്ടു. അപ്പോൾ 2-3 പേരിട്ടായിരുന്നു. അവരുടെ വീട്ടിലൊക്കെ നടത്താറുണ്ട്. ആരോ ഒരാൾ അവരുടെ വീട്ടിൽ എത്ര യൂണിറ്റിൽ എത്ര മെമ്പർ ഫാമിലി ഉണ്ടെന്ന് വരെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ എല്ലാ മാസവും മന്ത് സ്റ്റാർട്ടിങ്ങിലാണ് ഇത് നടത്തണേ. നമുക്ക് മന്ത് എൻഡിലാണ് നടത്തുന്നത്. അപ്പൊ അതൊക്കെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. മേരി കേജാന്ന് എനിക്ക് തോന്നണത്. ആരും എഴുതി, ഞാൻ മറന്നു പോയിട്ടോ. പിന്നെ ഒത്തിരി പേര് അവരുടെ വീടുകളിൽ നടത്തണതിനെ പറ്റി എഴുതിയായിരുന്നു. വളരെ സന്തോഷം കേട്ടോ. കേട്ടപ്പോ നമുക്കൊരു സന്തോഷം. അപ്പൊ ഓക്കെ, കട്ട് ചെയ്യാം. ഞാൻ തോട്ട് കൊടുത്ത് മോടിയിൽ നിന്നും ഇടുന്നില്ല. ഈ താഴെ കിടക്കുന്ന ഇട ഇത് മൂത്തട്ടുണ്ട്. എന്തായാലും ഇച്ചിരി മൂക്ക് കുറവുണ്ട്. പച്ചപ്പ ഇതിലേക്ക് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇട്ടെടുക്കാം കേട്ടോ. ഇത് ചക്കപ്പം ഉണ്ടാക്കാൻ നല്ലതാ, വേവിക്കാൻ തെറ്റില്ലെന്നേ ഉള്ളൂ. പിന്നെ വറക്കാനാ സൂപ്പറാ. നമുക്ക് പണ്ട് പല പ്രാവശ്യം വറുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം വറുത്തില്ല നമ്മള്. അപ്പൊ കട്ട് ചെയ്തിട്ടേ. ഇത് കൂഴയാണ്. കൂഴയാ, പക്ഷെ കൂഴയാണെങ്കിലും വറക്കാൻ നല്ലതായി. സാധാരണ ചക്ക മൂക്കുമ്പോ യെല്ലോയിഷ് കളർ വരൂല, ഇതിനങ്ങനെ വരൂല. അതെപ്പോഴും ചൂട്ടുമാമ പറയാ, നീ ചക്ക എന്നാ ഇങ്ങനെ ഇരിക്കണെന്ന്. കട്ട് ചെയ്യട്ടെ. പിന്നെ കാലേ വീഴാതെ നോക്കിക്കോട്ടോ. അവിടെ കൊണ്ടേ വെക്കാം. എന്താ ചറം പോവാൻ വേഗം പോ. ചെക്കൻ ചുറ്റും നടക്കണത്തില്ല. അങ്ങനെ പുറത്തേക്ക് വെക്കാം. ചറം പുറത്തേക്ക് പോകും.
പോയി കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഇച്ചിരി തിളക്കമുണ്ട് അവന്. ഒരു സംഭവം കാണിച്ചു തരാം എന്നിട്ട് പൊക്കോ. ചരം വീണ് പിടിച്ചേച്ചു ഒരു നല്ല രസം, സാധാരണ വരാറുള്ള രസമാണത്. ഇത് ഉണ്ടായപ്പോ ശ്രദ്ധിച്ചില്ല, എന്നാ ഒരു ചക്ക ഇരിക്കണ ഇടുക്കില്. ചക്ക വിരിഞ്ഞപ്പോ ഇല്ലേ, ആ തണ്ടങ്ങ് നീക്കിയിട്ടായിരുന്നെങ്കിൽ ആ ഇടുക്കിന്ന് മാറിക്കിടന്നേനെ. പക്ഷെ അവിടെ കിടന്നുണ്ടായത് അല്ല, അവിടെ കിടന്ന് ജാമായി. അതൊരു കളിയാ അല്ലേ? അല്ല, ചക്കയുണ്ട്, പാവം ചക്ക. നമുക്ക് വിഷയം ഞെങ്ങി എരിഞ്ഞിരിക്കുന്ന കാണുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട്. ഞാൻ വെറുതെ കാണിച്ചു. അത് ഇങ്ങോട്ട് നീക്കിയിട്ടാ മതിയായിരുന്നു. ഇനിയും അമുങ്ങിപ്പോയില്ലേ, ചെറുതായിരുന്നപ്പോ നീക്കിട്ടെ. ഇവിടെ ഒരു കമ്പുണ്ട്, അങ്ങോട്ട് തട്ടിയാൽ മതിയായിരുന്നു. ഇതേ കമ്പ് പൊങ്ങിപ്പോയിട്ടുണ്ട്, അങ്ങോട്ട് തട്ടിയാൽ അത് ഫ്രീ ആയിട്ട് അവിടെ വളർന്നേ. അവനാണ് ആ ഇടുക്കില് കിടക്കുന്നത്. ഇടുക്കിൽ ഇതേ അമങ്ങിയിരിക്കണ കണ്ടോ. 2-3 പേരെ വറക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ എന്നാന്നറിയാമോ, മഴ അധികം ആവണേന് പോവാ ഇട്ട് തരാം. ഈ ഇട്ട് വെച്ചിരുന്നാൽ കൊള്ളൂല, കാരണം കുഴിയായതുകൊണ്ട് അത് പുളി വെക്കും, അതായത് മധുരത്തിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മതി, ഇവിടെ തൊട്ടിയും കൊണ്ട് വലിച്ച് ഇടിയിച്ച് വെച്ചേക്കാം. അപ്പോഴാണെന്ന് പറഞ്ഞ ആള്. അപ്പം എന്നിട്ട് എടുത്തോണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടോ. മഴ പെയ്ത് വെള്ളം ഇറങ്ങിയാൽ പിന്നെ കൊള്ളൂല. എന്നതാ അവിടെ നടക്കണേ. കാക്കകൾ കൊത്തിപ്പറന്നോണ്ട് നടക്കണം അല്ലേ. അതെന്നാന്ന്, ഈ മഴ കഴിഞ്ഞപ്പോഴേ, ഇന്നലെ മഴയ്ക്ക് മുമ്പ് ഈയലികൾ ഒരുപാട് വന്നത് ഈ ഇങ്ങനെ മുറ്റത്തൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ പതുങ്ങി വീണ് കിടപ്പുണ്ട്. അത് കാരണം അതൊക്കെ കൊത്തി തിന്നാൻ കാക്കയും പല പ്രാണികളും വന്നുണ്ട്. പ്രാണികളില്ല, പല ഇങ്ങനെ കാക്ക, ഉപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും വന്നിട്ടുണ്ട്. ഉപ്പൻ ഈ ചെറുപ്രാണികളെയൊക്കെ തിന്നൂലോ. അപ്പം അത് കാരണം അതിൻ്റെ ഇങ്ങനെ ബഹളാന്നാണ് എനിക്ക് തോന്നണത്. നമ്മളെ ഇപ്പം കൊത്താൻ പാകത്തിന് മീനൊന്നും ഇവിടെ വെട്ടണില്ല. അപ്പോൾ ഓക്കെ, ഇനി നമുക്കേ ഇങ്ങോട്ട് എടുത്ത് വെച്ചേച്ചത് നടുവെ പുളർക്കാം. ഇങ്ങോട്ട് വെക്കട്ടെ, പരിസരം സെറ്റാക്കി. അത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ എനിക്ക് പറ്റൂല. ഇഷ്ടയിട്ടേക്കണ അടുത്ത് എന്നാന്ന് വെച്ചാൽ ചുവന്നുകൊണ്ട് പോകണ്ടേ. അതാ ഇവിടെ വെച്ച് തന്നെ അങ്ങ് ആക്കാന്ന് ഓർത്തിട്ടോ. ആദ്യം നമുക്ക് കോടാലിയും കൊണ്ടൊന്ന് ചെയ്യാം. മഴയുന്നോ ഇത് പിടുത്തച്ചിട്ട് കെണിയാ. ഞാൻ ഇങ്ങനെ നിന്നാടി എനിക്ക് വശം. അവിടെ നിന്ന് പടം കേട്ടോ എടുക്കണമെങ്കിൽ. കത്തിയോടെ എങ്ങോട്ട് വെച്ചിട്ടുണ്ട്, പൊളിക്കുവാട്ടോ. ഇച്ചിരി ബലാന്ന് തോന്നല്ലോ. നല്ല വില പച്ചച്ചക്കയല്ലേ, ഉള്ളിലേക്ക് കുറയുന്നുണ്ട്. പഴാണെങ്കി ഇപ്പൊ ബ്ലും ബ്ലും തെറ്റിപ്പോയി ടാസ്ക്. നല്ല വലിയ കോടാലി എടുത്ത് അതിന് മുഴുവൻ വിളഞ്ഞേനാവും. അതായത് തേങ്ങാൻ പൊരിക്കാൻ എനിക്ക് വെച്ചേക്കണ കോടാലി. അവസാനം കുറച്ചെങ്കിലും മുറിഞ്ഞു കിട്ടിയില്ലേ. ഭയങ്കര കാമ്പ്. ഇനി കുഴപ്പമില്ല. ഇതിന്റെ വിളഞ്ഞീൻ വളരെ കുറവാ, വളരെ കുറവാ. തീരെ കണ്ടില്ല. ഇല്ല, കുറവാ. ഞാൻ ചെറുത്തെടുത്ത് വെച്ചിട്ട് ഇച്ചിരി കത്തിയിൽ കുറച്ച് വെച്ചിട്ടുണ്ടെന്നല്ലോ. തന്നെ വിളഞ്ഞീൻ കാണുന്നില്ല. അത് അതിന് ഉപകാരം. ഞാൻ വെളിച്ചെണ്ണ എടുത്ത് കയ്യിൽ തൂത്ത് വെച്ചതേ. നമുക്കൊരൊന്ന് അടർത്താം എന്ന് പറഞ്ഞാൽ വളരെ കുറവാതേ. ഈ കളറായിട്ടാട്ടോ, യെല്ലോയിഷ് കളർ ഇതിന് വരൂല. എത്ര മൂത്താലും ഈ കളറായത് വൈറ്റ് കളറാ. അത് ഒരേ ചക്കയുടെ പ്രത്യേകതയായിരിക്കും, അറിയില്ല. വെക്കാൻ വലിയ കുഴപ്പമില്ല. ഇത് എ ക്ലാസ് ഒന്നുമല്ല. കുറച്ച് റെഡിയാക്കണം. വെള്ളം ഒട്ടും ഇറങ്ങിയിട്ടില്ല. ഇല്ല, വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല. അതിപ്പോൾ 1-2 മഴയല്ലേ ആയുള്ളൂ. ചക്കയുടെ പണി എപ്പോഴും ഒരു ബുദ്ധിമുട്ടേറിയ പണിയാണ്. വിളങ്ങിയതിനുള്ളതുണ്ടോ? അത് പഴഞ്ചക്കയാണെങ്കിലും ശരി, പച്ചച്ചക്കയാണെങ്കിലും ശരി. ഇത്രയായി കിട്ടിയാൽ പിന്നെ വലിയ കുഴപ്പമില്ല. ഞാൻ സാധാരണ ആകുമ്പോൾ ഞാൻ രൂത്തിനെ കൊണ്ടൊക്കെ ഇങ്ങനെ രൂത്ത് മാമയുള്ളപ്പോൾ ഇവരെ കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കില്ല പതിവ്. കുഞ്ഞോളോട് പറഞ്ഞ് വരും, സാറ്റർഡേ വന്നാൽ ശരിയാവില്ല, നമുക്ക് വേറെ ഇഷ്ടംപോലെ വർക്കുകളുള്ളതുകൊണ്ട്. ഞാൻ അടുത്ത ആഴ്ച ഒരു ദിവസം നിർത്തുന്നുണ്ട്. വലിയപ്പടെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നു വേവിക്കാനുള്ള ചക്ക ശരിയാക്കണം. എന്നാലും ആരോ ചോദിച്ചില്ലേ,
എല്ലാ പണിയും തന്നെയൊന്നുമല്ല. സാറ്റർഡേ സൺഡേ നിർത്താറില്ല. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ദിവസം വരാൻ പറയും. അവർക്ക് സുഖമുള്ള പോലെ അവർ വന്ന് ചെയ്ത് തന്നേച്ച് പോകും. കൈ നന്നാക്കൽ നൈസായിട്ടൊക്കെ അരിഞ്ഞാൽ നല്ല. ഞാൻ അത്ര നൈസായിട്ടൊന്നും അല്ല കേട്ടോ അരിയണേ. ഞാൻ പറഞ്ഞില്ല, ഇനി ഒരു ദിവസം നൈസായിട്ട് അരിഞ്ഞ് ഞാൻ വറക്കാം. അന്നേരം ബാക്കി പരിപാടികൾ ആള് ചെയ്ത് തരുമ്പോഴേ വേർത്ത് പുഴുങ്ങി മഴ പെയ്തിട്ടും ചക്കയ്ക്കറ്റ് വെട്ടി കൂട്ടി. വെളിച്ചെണ്ണയൊക്കെ മൂത്തു. നമ്മളിതേ ചക്ക വെളിച്ചെണ്ണയിലേക്ക് ഇടുവാണ്. ഇച്ചിരിയോടെ ഇടാം അല്ലേ? ഇനി മതി. നമുക്ക് തട്ടി ശരിയാക്കാം. അമ്മയ്ക്ക് ചക്ക വറുത്തതാണോ ഇഷ്ടം, കപ്പ വറുത്തതാണോ ഇഷ്ടം, പിന്നെ എന്നാക്കിയാ വറുത്തതല്ലേ? കടച്ചക്ക വറുത്തതാണോ ഇഷ്ടം, കാ വറുത്തതാണോ ഇഷ്ടം, ചേമ്പ് വറുത്തത്, ചേമ്പ് വറുത്തതാണോ, പൊട്ടറ്റോ, അതിലേതാണ് ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാ വറുത്തത്, പിന്നെ ചക്ക വറുത്തത്, കപ്പ വറുത്തത്. അതിൻ്റെ ഒരു പ്രത്യേക കാരണമുണ്ട്. കാ വറക്കണതും ചക്ക വറക്കണതും കപ്പ വറക്കണതും നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭ. കാ പിന്നെ ഇങ്ങനെ നടന്നത് കൊണ്ട് അല്ല, ഏത്തവാഴ പരിപാടി ഉള്ളത് കൊണ്ട് മിക്കവാറും ഉണ്ടാവും. ചക്ക സീസൺ ആകുമ്പോൾ ചക്കയും വറക്കും, കപ്പയും ഇങ്ങനെ പറിച്ചോണ്ട് വന്ന ഞാൻ പറഞ്ഞില്ലേ അവരെ അവിടെ നിർത്തി അവിടെ ഇങ്ങനെ വറപ്പിക്കണോണ്ട് അതും സുലഭമാണ്. അപ്പം അത് മൂന്നും തിന്ന് ഇങ്ങനെ ടേസ്റ്റ് നാവിൻ തുമ്പിലുള്ളത് കൊണ്ട് അത് മൂന്നും വളരെ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം കാ വറുത്തത്, അത് കഴിഞ്ഞിട്ട് ചക്ക വറുത്തത്, പിന്നെ കപ്പ വറുത്തത്. അവിടെ ഉണക്കക്കപ്പയും വറക്കും. ഈ കപ്പ ഉണങ്ങിയേച്ച് ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു പണ്ടൊക്കെ. ഞാൻ വരുമ്പോഴത്തേക്ക് അമ്മച്ചിയൊക്കെ പ്രായമായില്ലേ, അതുകൊണ്ട് പിന്നെ ഇവിടെയും കപ്പനടിയിലുണ്ടല്ലോ അപ്പച്ചന് ഇഷ്ടം പോലെ പറമ്പിൽ. അപ്പം അങ്ങനെ വറക്കുമായിരുന്നെന്ന് അപ്പ പറഞ്ഞ ഉണങ്ങി വെച്ചേച്ച് വറക്കും. പിന്നെ കപ്പ ഉണങ്ങിയേച്ച് പൊടിച്ച് കപ്പപ്പൂട്ടുണ്ടാക്കുമായിരുന്നു. അത് ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. അത് പിന്നെ വറക്കൽ പരിപാടി വേണ്ടല്ലോ, പൊടിച്ചെടുത്ത് പുട്ടുണ്ടാക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള എനിക്ക് വറവൽ ആ 3 കൂട്ടാണ് ഇഷ്ടം. പിന്നെ ഇടക്കാലം കൊണ്ടാണ് കടച്ചക്ക, ചേമ്പ്, പിന്നെ പൊട്ടറ്റോ ഇതൊക്കെ വറവൽ തുടങ്ങിയത്. അതൊന്നും ഇടക്കാലത്ത് ശീലിച്ചതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ നാവിൻ തുമ്പിലില്ല. ഇതിൻ്റെ ടേസ്റ്റ് നാവിൻ തുമ്പിലുണ്ട്. പിന്നെന്ത് വേണം? ഇപ്പം നീര് തെളിക്കുവാണേ. വറവല് ഏതാണ്ട് 3/4 പരിവായി കഴിയുമ്പോൾ തളിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നനവ് അതിലേക്ക് പിടിക്ക്. ഉപ്പ് അതിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ ഈ ഇങ്ങനെ പതുപതുന്നുള്ള ഇതങ്ങ് നിൽക്കും സൗണ്ട്. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കണം. അതാ അതിൻ്റെ വറവല് സാധനത്തിൻ്റെ പാകം. ഇത് പതുപതുന്നുള്ള നിന്ന് കഴിഞ്ഞാൽ പാകമായി നടത്തുക. അതായത് ഉപ്പുനീരിൻ്റെ വെള്ളം പോയി അതിലേക്ക് ഇറങ്ങിയെന്ന് അതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. നല്ല കിളിയിലൂന്നായി. അങ്ങനെ നമ്മളിതേ ചക്ക വറുത്തു. എൻ്റെ വായിൽ ഞാനൊന്ന് കടിച്ചോണ്ടിരിക്കുക. നല്ല ടേസ്റ്റാട്ടോ. കൂഴച്ചക്ക ആയതുകൊണ്ട് വറുത്താൽ നല്ലതാവോന്ന് ചിന്തിക്കുന്നവര് ശരിക്കും ഈ കൂഴച്ചക്ക വറുത്തൊന്ന് കഴിക്കേണ്ട തന്നെയാ. അത്ര ടേസ്റ്റാണ്. എനിക്ക് വരിക്കച്ചക്കയേക്കാൾ ഇഷ്ടപ്പെട്ടു ഇത്. അങ്ങനെയല്ല, വരിക്കച്ചക്കയും എല്ലാം വറക്കാൻ കൊള്ളൂല. ഈ ചോള കനം കുറഞ്ഞതാ വറക്കാൻ നല്ലതെന്നാ പറയണേ. പക്ഷെ ഈ കൂഴച്ചക്കയുടെ ചോളയ്ക്ക് കട്ടിയുണ്ട്, എന്നാലും വറുത്തിട്ട് നല്ലതാ. പിന്നെ അധികം മഴ പെയ്യണതിന് മുമ്പ് വറുത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കിരീരു. നല്ലായിട്ട് പൊള്ളച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആണ്. ആ രുചി നല്ലതാ. പൊള്ളച്ചതിനേക്കാൾ അപ്പുറം നല്ല ടേസ്റ്റ് ആണ് അതിന്. ഞങ്ങള് അരമുറി ചക്ക എടുത്ത് ഇക്കൊല്ലം വറുത്തില്ലല്ലോ എന്നോർത്ത് കഴിഞ്ഞ കൊല്ലം വറക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എടുത്ത് വറുത്തതാണെങ്കിൽ കൂടുതൽ ബൾക്കായിട്ട് വറക്കണമെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. വറുത്തിട്ട് കുപ്പിയിലിട്ടെന്ന് ഞാൻ കാണിക്കാം. കാരണം അത് വർക്കിംഗ് ഡേയിൽ ഒരെണ്ണം വെട്ടി ശരിയാക്കി എടുത്ത് വറക്കണം. ഇതിപ്പോൾ സാമ്പിളായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് വറുത്തതാ. ഇനി നമുക്ക് കുപ്പിയിലേക്ക് ആക്കാം. ഒരു ഹോർലിക്സ് കുപ്പിയിലുള്ളതേ ഉണ്ടാവുള്ളൂ. പണ്ടത്തെ ഹോർലിക്സ് കുപ്പി അതവിടെ വെച്ചിട്ട് അതിലേക്ക് ഇട്. ഞാൻ അങ്ങനെയാ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച പോലെ അമ്മ ചെയ്യാറില്ല. രണ്ടുപേരും ഡിഫറെന്റ്
വഴിയിലൂടെയാ പാസ് ചെയ്യണത്. നാളെ ഒരാൾ പറഞ്ഞ അമ്മയുടെ സെലക്ഷൻ അല്ല എന്റെ സെലക്ഷൻ. അത് വളരെ ശരിയാ. അല്ല, ഒരിക്കലും അല്ല. അല്ല. എനിക്ക് പേഴ്സണലി അമ്മയുടെ സെലക്ഷനും ഇഷ്ടമല്ല, അമ്മയ്ക്ക് പേഴ്സണലി എന്റെ സെലക്ഷനും ഇഷ്ടമല്ല. സാരി മേടിച്ചോണ്ട് വന്നത് നല്ല സെലക്ഷൻ ആട്ടോ. സാരി ഞാനാണ് അമ്മയുടെ കൂടുതലും മേടിച്ചത് സെലക്ഷൻസ്. ജോലി കിട്ടിക്കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവളാ കൂടുതലും സെലക്ട് ചെയ്ത് മേടിച്ചോണ്ട് വന്നത്. ഞാൻ പോയി സാധാ സാരി മേടിക്കാറുണ്ട്, പക്ഷെ ഇവളുടെ സെലക്ഷൻ വളരെ നല്ലതാട്ടോ. അത് എപ്പോഴും ഇവിടെയുള്ള ഫാമിലി മെമ്പേഴ്സ് പലരും പറയും. അതായത് ഇന്നാള് പറഞ്ഞില്ലേ, എഞ്ചിലേച്ചി പറഞ്ഞില്ലേ, നമ്മൾ സാരി ഉടുക്കൂല്ലെങ്കിലും സെലക്ട് ചെയ്യണ സാരികൾ നല്ലതാണ്. അതുപോലെ സാലിയമ്മച്ചിയും പറഞ്ഞു, നമ്മൾ അങ്ങനെ ഉടുക്കലില്ലെങ്കിലും സെലക്ട് ചെയ്യണത് വളരെ നല്ലതാണ്. ഉടുക്കലില്ലാത്ത സാരി ഉടുക്കാൻ എനിക്ക് അറിയില്ലാത്തത് കാരണം അതിനോട് താല്പര്യം കുറവ് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അവക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതില്, അതുകൊണ്ടാ. പിന്നെ കോളേജിലൊക്കെ എന്തെങ്കിലും നടക്കുമ്പോ കുത്തി തിരികെ പണ്ട് എടുത്തോണ്ട് പോണത്. എന്റെ ദൈവമേ, ഇട്ട് വെക്കട്ടെ എന്നാ ഇനി കുപ്പിയിലേക്കാം. കിലുകിലൂന്ന് കേക്കാൻ വേണ്ടിയാ. നിനക്ക് കിലുകിലും മുരുമുരും അല്ലേ ഇഷ്ടം? അത് ശരിയാ. കിലുകിലു ഇതങ്ങനെ തിന്നാനെടുക്കാം. ഇതിൽ കുറച്ച് ഇവിടെയും കുറച്ചിരിപ്പുണ്ട്. അമ്മ തിന്നോട്ടെ, ഇനി ഞാൻ തിന്നില്ല. ഞാൻ കുറേ തിന്നു, അത്ര രുചിയായിരുന്നു. രുചിയുണ്ട്, നല്ല നല്ല ചക്കയത്. ഞാൻ മൂടിയേച്ച് കിളിക്കട്ടെ. കിളിയിലും ഇത്രേ ഉള്ളൂ, അത്രയും നമ്മൾ എടുത്തോളൂ. മതി മതി. എണ്ണയിൽ വറുത്തതല്ലേ, ഒരുപാട് വേണ്ടല്ലോ. കൂടുതലുണ്ടെങ്കിൽ നല്ലതാ, പക്ഷെ അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഞാൻ വെട്ടിയപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഈ മഴ അധികം വന്നതിന് മുമ്പ് ഒരു ചക്കയും കൂടെ ഇടിയിച്ച് ഫുൾ വറുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുപ്പിയിലിട്ട് വെച്ചേങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അവർ വരുമ്പോൾ ക്ലീൻ ചെയ്ത് ഒരുക്കി കിട്ടും. പിന്നെ എനിക്ക് അരിഞ്ഞാൽ മതിയല്ലോ. അവർ ഒരാൾ അരിയണം, നല്ല ഭംഗിയാണ് പുള്ളിക്കാരി. ഞാൻ കണ്ട് കുഞ്ഞോളെ കൊണ്ട് കുറച്ച് അരിയിക്കാം. അരിയിച്ച് നമുക്ക് വറുത്ത് വയ്ക്കാം കേട്ടോ. ഇല്ലാത്ത സമയങ്ങളിൽ തിന്നാലോ. കിരികിരും